യാത്രകൾ നമ്മെ പുതുക്കിയെടുക്കുന്നു. ആനന്ദമാണ് ആത്മാവിൻ്റെ സഹജ സ്വരൂപം. ആത്മഭാവം പ്രകാശിച്ചു കിട്ടിയാൽ പിന്നെ ആത്മാവിൽ നിന്നും അന്യമായി ഒരു പ്രവിഷയം ഉണ്ടാകാനിടയില്ല. അങ്ങനെ ആത്മജ്ഞാനം തന്നെ വിഷയനിവർത്തിക്ക് വഴിയൊരുക്കുന്നു എന്നാണ് പറയാറുള്ളത്. ഫാമിലിയും സുഹൃത്തുക്കളുമായി കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ കാണാനുള്ള യാത്രയിലാണ്. ഇത് ശിവരാത്രി ദിവസമാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് ഗംഭീര തിരക്കാണ് റോഡിൽ. തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് അവിടെയുണ്ട്. ഈ ബ്ലോക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള കച്ചവടക്കാർ വെള്ള ബോട്ടിലുകൾ വിൽക്കുകയാണ്. ഈ സമീപത്ത് വെള്ള ബോട്ടിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ. വിശാലമായ ഗ്രൗണ്ടാണ്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ വാഹനം നിർത്തിയതിന് ശേഷം നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വെൽക്കം ടു മഹാശിവരാത്രി. ശിവരാത്രി ദിവസമായതിനാൽ മുന്നിലൊരു ബോർഡെല്ലാം കൃത്യമായി വെച്ചിട്ടുണ്ട്. ഒരുപാട് നടക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലെല്ലാം വഴിയോര കച്ചവടക്കാരുണ്ട്. ഒരുപാട് നടക്കേണ്ടതുണ്ട്. വഴിയിൽ ചോളം വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം പോയാൽ ഇതെല്ലാം ലഭ്യമാണ്. മലയാളികളെക്കാൾ വീരാരാധന കൂടിയവരാണ് തമിഴ് മക്കൾ എന്നൊരു അഭിപ്രായമുണ്ടല്ലോ. അവർക്ക് എല്ലാം വീരാരാധനയാണ്. ഇത് മസാല പൊരി. നാട്ടിൽ പൂരത്തിനെല്ലാം ലഭിക്കുന്ന പൊരി മസാല ചേർത്ത് ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഇളനീരവിടെ ഇഷ്ടം പോലെയുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിക്കുടിക്കാവുന്നതാണ്. അങ്ങനെ വഴിയോര കച്ചവടക്കാർ അനവധിയുണ്ട്. അനേകം ഉറുമ്പുകൾ പല ദിക്കിലേക്കായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച പോലെ നമുക്ക് തോന്നും. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്നവരും പോകുന്നവരും. അങ്ങനെ പൊടികൾ പാറി അന്തരീക്ഷത്തിൽ പടർന്നിരിക്കുന്നു. പെട്ടെന്നത് മഞ്ഞാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത്രയും ജനത്തിരക്കിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരുപാട് ടെൻറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ വിവരങ്ങളും അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയുള്ള സംവിധാനത്തിൽ നമ്മൾ ഉള്ളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഗൂഗിളിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം ആത്മീയാചാര്യൻ ജക്കി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിശിവയോഗി പ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പ്രത്യേകത. ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു ജനസാഗരമാണ്. വലിയൊരു സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ജനങ്ങൾ. ഇതിനിടയിൽ നമുക്ക് ആത്മീയാചാര്യൻ്റെ പ്രഭാഷണം കേൾക്കാനായി സ്ക്രീനുകൾ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്കിതിൻ്റെ മുന്നിലേക്ക് നടന്നു പോകേണ്ടതുണ്ട്. ആ തിരക്കിലൂടെ നമ്മൾ മുന്നിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. ഒരു ലോറിയുടെ മുകളിൽ ഒരുപാട് ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കാണാം.
വളരെയധികം വലിയ തോതിലുള്ള വൻ ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ആ അർദ്ധകായ പ്രതിമ അതിൽ മാത്രം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു തലത്തിലും ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക അനുഭൂതി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ പ്രത്യേക രീതിയിൽ സാധാരണ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നില്ല എങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് ചെയ്തു വെച്ച ചില വിഷയങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലും തോന്നാൻ സാധ്യതയുണ്ട്. ഭക്തരെ സംബന്ധിച്ച് അത് വേറെ തലങ്ങളിലേക്ക് പോകുന്നതാണ്. സർവേന്ദ്രിയാനം നയനം പ്രധാനം എന്ന് പറയുന്ന പോലെ സർവ്വ ഇന്ദ്രിയങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണാണ് എന്ന് പറയുന്ന ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടേയിരിക്കണം എന്ന ആ ഒരു തലത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്കെല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടേയിരിക്കാം. മനസ്സിനെ വളരെയധികം സന്തോഷത്തിൽ നിലനിർത്തിക്കൊണ്ട് ആത്മഭാവം പ്രകാശിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെ മഹത്തരമായൊരു കാര്യമാണ്. ആ ആത്മഭാവം പ്രകാശിച്ചു കിട്ടിയ തലത്തിലും ഒരു തലം നമ്മൾ സൃഷ്ടിച്ചെടുത്താൽ ആ ആത്മാവിൽ നിന്നും അന്യമായി ഒരു പ്രിയ വിഷയം ഉണ്ടാകാനിടയില്ല എന്ന് മനസ്സിനെ ഉറപ്പിച്ചാൽ എല്ലാ ആഗ്രഹങ്ങൾക്കും നമുക്ക് കടിഞ്ഞാണിടാനുള്ള ഒരു ശേഷി നമ്മളിൽ വന്നു ചേരും എന്നുള്ള ഇത് വളരെ പ്രധാനമാണ്. എങ്കിലും നമ്മൾ ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും കണ്ണോടിച്ചുകൊണ്ട് ഭൗതികമായ എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് ആത്മീയ തലത്തിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ മൂർച്ച കൂട്ടേണ്ടതുണ്ട്. അങ്ങനെ ആത്മജ്ഞാനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഒരുപാട് ശക്തിയുള്ള കാര്യങ്ങളാണ്. ഇതെൻ്റെ ചിന്തയാണ്. നിങ്ങളുടെ ചിന്തകൾ വ്യത്യസ്തമായിരിക്കാം. എങ്കിലും യാത്ര വളരെ സന്തോഷകരമായിരുന്നു, ആനന്ദകരമായിരുന്നു. സുനിൽ സ്പീക്കിംഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു. ശുഭം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.